ഹലോ ഫ്രണ്ട്സ്, ഡ്രീം വേൾഡ് ഗാർഡനിൽ നിന്ന് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്ന ഒരു ചെറിയ സെയിൽ വീഡിയോ ആണ്. നമ്മുടെ മരമുല്ല, ഷെഫ്ലോറ, തെച്ചി അങ്ങനെയുള്ള ചെറിയ ചെറിയ പ്ലാന്റ്സിൻ്റെ ഒരു സെയിൽ വീഡിയോ ആണ്. വീഡിയോ കണ്ടിട്ട് ആർക്കെങ്കിലും വേണമെങ്കിൽ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്താൽ മതി. നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. പിന്നെ എല്ലാവരും നന്നായിട്ട് തന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, സബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ട്, ലൈക്കും കമൻറ്റും ഒക്കെ തരുന്നുണ്ട്. ഒരുപാട് നന്ദി. തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ട് തുടർന്നും ഉണ്ടാവണേ. കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഈ ഇങ്ങനെയുള്ള ചെടികളുടെ ചാനലൊക്കെ കാണുന്നത് എന്ന് പറഞ്ഞാൽ മിക്കവാറും ആൾക്കാർ ചെടികളെ സ്നേഹിക്കുന്നവരും ചെടികൾ വാങ്ങിക്കുന്നവരൊക്കെ ആയിരിക്കും കേട്ടോ. അങ്ങനെയുള്ളവർ തന്നെയാണ് മിക്കവാറും ഇത് കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് പറഞ്ഞതാണ്, തുടർന്നും എൻ്റെ ചാനൽ കാണണം, എന്നിട്ട് കാര്യമായിട്ട് തന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് പ്ലാന്റ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഇതാണ് തെച്ചീൻ്റെയാണ് ഫസ്റ്റ് പ്ലാന്റ് എന്ന് പറയുന്നത്. ഈ നല്ല ഹെൽത്തി ആയ ഈ ഒരു സൈസുള്ള പ്ലാന്റാണ്. ഈ കളറാണ് കേട്ടോ പൂ വരുന്നത്. ഈ തെച്ചി എന്ന് പറയുന്നത് പ്രൂണിങ് മസ്റ്റായൊരു സംഗതിയാണ് കേട്ടോ. പൂവ് കഴിഞ്ഞാൽ നമ്മളിവിടെ വെച്ച് ഇങ്ങനെ വെട്ടി കൊടുക്കണം. നന്നായിട്ട് പ്രൂൺ ചെയ്ത് വളമൊക്കെ കൊടുത്ത് നല്ല വെയിലുള്ളിടത്ത് സെറ്റ് ചെയ്ത് അത്യാവശ്യത്തിന് വെള്ളം കൊടുത്താൽ നിറയെ പൂക്കളുണ്ടാവും. ഇതിപ്പോൾ വളത്തിൻ്റെ കുറവുണ്ട് കേട്ടോ. എൻ്റെ എല്ലാ പ്ലാന്റ്സിലും വളത്തിൻ്റെ കുറവുകൊണ്ട് തന്നെയാണ് പൂക്കൾ കുറഞ്ഞിരിക്കുന്നത്. 90 രൂപയാണ് റേറ്റ് വരുന്നത്. ഈ കളറിലുള്ള 3 പ്ലാന്റ് കയ്യിലുണ്ട്. പിന്നെ വരുന്നത് വൈറ്റാണ് കേട്ടോ. നല്ല വെള്ളപ്പൂക്കളുണ്ടാകുന്ന തെച്ചിയാണ്. ഇതിലിപ്പോൾ ഒരു 3 പൂങ്കുലയോളം ഉണ്ട്. കുഞ്ഞി പൂക്കളുണ്ടാകുന്ന തെച്ചിയാണ്. അപ്പം ഇതിനും വരുന്നത് 90 രൂപയാണ്. വൈറ്റ് കളറ് 2 എണ്ണമാണ് കയ്യിലുള്ളത്. പിന്നെ നന്നായിട്ട് പ്രൂൺ ചെയ്ത് വളമൊക്കെ കൊടുത്ത് നിലത്ത് നട്ട് വെക്കാം കേട്ടോ. അത് നിലത്ത് നട്ട് വെച്ചാലും നല്ല ഭംഗിയായിട്ട് വളരുന്ന പ്ലാന്റാണ്. പിന്നെ വരുന്നത് മിനിയേച്ചർ ടൈപ്പ് തെച്ചിയാണ്. ഈ ഒരു ഏകദേശം വെക്കുകയുള്ളൂ. പോട്ടിൽ അങ്ങനെ പടർന്ന് നിൽക്കും. ഞാൻ മഞ്ഞപ്പൂവാണ് എന്ന് അറിയിക്കാനായിട്ടൊരു പൂവ് അതിൽ നിൽക്കുന്നുണ്ട്. വളത്തിൻ്റെ കുറവുകൊണ്ടാണ് പൂക്കളില്ലാത്ത. പ്രൂണിങ്ങും ശരിക്കും ചെയ്യായിട്ടാണ്. അപ്പോൾ ഈ മഞ്ഞ കളറുള്ള തെച്ചി 1 മാത്രമേ കയ്യിലുള്ളൂ. പിന്നെ ഒരു 3-4 പ്ലാന്റ് ഉണ്ട്. അത് കളർ അറിയില്ല. കളറ് പ്രശ്നമില്ലാത്തവർക്ക് വാങ്ങിക്കാൻ പറ്റും. 60 രൂപയാണ് കേട്ടോ ഈ ഒരു ടൈപ്പ് തെച്ചിക്ക് വരുന്നത്. മഞ്ഞ കളറൊന്നും പിന്നെ ഒരു 3-4 പ്ലാന്റും കയ്യിലുണ്ട്. പിന്നെ ഈ ഒരു പ്ലാന്റിൻ്റെ പേര് എനിക്ക് ശരിക്കും അറിയില്ല കേട്ടോ. ഒരു ക്രിസ്മസ് ട്രീ ഒക്കെ പോലുള്ളൊരു പ്ലാന്റാണ്. ഞാൻ കുറേ ആദ്യം സെയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ എൻ്റെ കയ്യിൽ 2 പ്ലാന്റ് ഉണ്ട്. 100 രൂപയാണ് റേറ്റ് വരുന്നത്. ഇത് പല വീടുകളിലും നമ്മൾ കണ്ടിട്ടുണ്ടല്ലേ. അത്യാവശ്യം ഒരു മരമായിട്ട് ഇങ്ങനെ നല്ല ഭംഗിയിൽ വിടർന്ന് ഇങ്ങനെ നിൽക്കണേ. അപ്പോൾ ചെറിയൊരു മരത്തിൻ്റെ ടൈപ്പിൽ തന്നെ പോവേ. അപ്പോൾ ഈ ഒരു സൈസിലുള്ള 2 പ്ലാന്റാണ്. ഇതേ സൈസ് തന്നെയാണ് അടുത്ത പ്ലാന്റിനുള്ളത്. പിന്നെ വരുന്നത് നമ്മുടെ മരമുല്ലയാണ്. ഇതും 2 പ്ലാന്റാണ് ഉള്ളത്. 100 രൂപയാണ് റേറ്റ് വരുന്നത്. ഇതും മരമായിട്ട് പോവും, എങ്കിലും അത്ര ഉയരത്തിൽ പോവില്ല എന്ന് പറഞ്ഞിട്ട് കൊണ്ടുവന്ന പ്ലാന്റാണ്. ഇതിന് പല സ്ഥലത്തും പല പേരാ. മദ്രാസ് മുല്ല, മരമുല്ല അങ്ങനെയൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. പക്ഷേ എന്ത് പറഞ്ഞാലും ഇതിൻ്റെ പൂക്കൾക്ക് ഭയങ്കര സ്മെല്ലാണ്. ഞാൻ പല സ്ഥലത്തുനിന്നും അതിങ്ങനെ ആസ്വദിച്ച് നിന്ന് പോയിട്ടുണ്ട്. അപ്പോൾ 100 രൂപയാണ് 2 പ്ലാന്റ്. ഇതേ സൈസിലുള്ള ഒരു പ്ലാന്റ് കൂടിയുണ്ട്. 2 പ്ലാന്റാണ് കയ്യിലുള്ളത്. പിന്നെ വരുന്ന ഷെഫ്ലോറ. ഇതിൻ്റെ ഭംഗി പിന്നെ പറഞ്ഞറിയിക്കേണ്ടല്ലോ. അത് ലീഫ് കണ്ടാൽ തന്നെ അറിയില്ലേ. അപ്പോൾ ഇത് അധികം വെയിലത്ത് വെക്കരുത് കേട്ടോ. എൻ്റെ അനുഭവം അങ്ങനെയാണ്. ലീഫ് ഒന്ന് ചുരുണ്ട് പോകും. അത്യാവശ്യം ഒരു ഇൻഡയറക്റ്റ് സൺലൈറ്റ് കിട്ടുന്നിടത്ത് സെറ്റ് ചെയ്ത് വെച്ചാൽ നന്നായിട്ട് തന്നെ ഉണ്ടാകുന്ന ഒരു പ്ലാന്റാണ് ഇത്. എന്ന് പറഞ്ഞാൽ പിന്നെ നമ്മളിതിങ്ങനെ വെട്ടിക്കൊടുത്താൽ ഇത് നല്ല രീതിക്ക് വളരും. കണ്ടോ, ഞാനിങ്ങനെ വെട്ടി കൊടുത്തിട്ട് ചിലപ്പോൾ 1-2 ബ്രാഞ്ചൊക്കെ വരും കേട്ടോ. ഇതിപ്പോൾ ഒരു ബ്രാഞ്ചേ വന്നിട്ടുള്ളൂ. പക്ഷേ അങ്ങനെ ആയാലും കൂടി വെട്ടിക്കൊടുത്താൽ അത് നീളത്ത് പോവാതെ ഒന്ന് ചെരിഞ്ഞ് വളരുമ്പം നമ്മളെന്താ പറയുക, ഒരു പരന്ന് നിൽക്കുന്ന പോലെ തോന്നൂലേ പ്ലാന്റ്. അപ്പോഴാണ് നമുക്കതിൻ്റെ ഭംഗി വരിക കേട്ടോ. ഇത് 90 രൂപയാണ് റേറ്റ് വരുന്ന 2 പ്ലാന്റ് എൻ്റെ കയ്യിലുണ്ട്. നല്ല ഭംഗിയുള്ളൊരു ലീഫി പ്ലാന്റാണ്. പിന്നെ ഒരു സംഗതി കാണിച്ചത് എൻ്റെ വീടിൻ്റെ അടുക്കളപ്പുറത്തുള്ളൊരു ഭംഗിയാണ് ഇപ്പോൾ അത് കേട്ടോ. കുറച്ച് ദിവസമായിട്ട് ഈ മതിലിൻ്റെ മുകളിൽ കൂടെ ഒരു പൂച്ചേനും പോകാൻ സമ്മതിക്കില്ല. അവിടെ ഇങ്ങനെ ഒരു 2-3 മണിക്കൂർ അവിടെ ഇങ്ങനെ സ്ഥിരമായിട്ട് കിടന്നുകൊണ്ട് നിൽക്കും. കുറേ ദിവസം കണ്ടപ്പോൾ ഒരു കൗതുകം. അപ്പോൾ ഞാൻ എൻ്റെ സബ്സ്ക്രൈബേഴ്സും കൂടി കണ്ടോട്ടെ എന്ന് കരുതി ഒന്ന് വീഡിയോ എടുത്തിട്ടതാണ് കേട്ടോ. ഒരു കുഴപ്പമില്ല. കുറച്ച് സമയം കഴിഞ്ഞ് അങ്ങ് നീച്ച് പോകും. ആര് വന്നാലും പ്രശ്നമില്ല, പോയാലും പ്രശ്നമില്ല എന്നുള്ളൊരു മട്ടാണ്. കാണുമ്പം തന്നെ നല്ലൊരു ഭംഗിയില്ലേ. അപ്പോൾ എങ്ങനെയുണ്ട് എൻ്റെ പൂച്ചക്കുട്ടിയിലെ? പാവല്ലേ, അവിടെ ഇരിക്കട്ടെ എന്ന് കരുതി ഓടിക്കാറുമില്ല. അപ്പം പ്ലാൻസ് എന്തായാലും ഇത്രയേ ഉള്ളൂ. ആർക്കെങ്കിലും വേണമെങ്കിൽ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്താൽ മതിയേ. അപ്പം നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ.